വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ മുടിക്കൊക്കെ കെട്ടുന്ന സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന അതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പീസും എത്രയാണ് മെഷർമെൻ്റ് എടുത്തതെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു നീളമുള്ള പീസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടും മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒരു 20 അല്ലെങ്കിൽ 21 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 21 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ 4 ഇഞ്ചാണ്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയത് കൊണ്ട് ഒരു ഭാഗം ഇപ്പോൾ 2 ഇഞ്ചായിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ അതിൻ്റെ വീതി ടോട്ടൽ 4 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തു, രണ്ടായിട്ട് മടക്കിയിട്ടു. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വീതിയും നീളവും ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 4.5 ഇഞ്ചിലാണ് ഞാനിവിടെ ഈ ഒരു തുണിയുടെ വീതിയും നീളവും അളന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് ഒരു 4.5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമാണ് ഈ ഒരു പീസിൻ്റെ അളവ്. ഇനി ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള സ്ക്രഞ്ചി ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു നീളമുള്ള തുണി രണ്ടായിട്ട് മടക്കിയെടുക്കുക. നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഉൾവശത്ത് സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കിയിട്ട ശേഷം ഈ ഒരു സൈഡിലൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ച് ഇതേപോലെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ തുണി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് അടിവശത്ത് വരത്തക്ക രീതിയിൽ തുണി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ ഒരു മേൽ പോർഷൻ മാത്രം ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഉൾഭാഗത്തെ ആ 2 തുണിയും ആ ഉള്ളിലത്തെ തുണീനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് വഴി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലത്തെ തുണിയിൽ പെടാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഉള്ളിലുള്ള തുണി ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്ത് ചുറ്റിലും ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉള്ളിലുള്ള തുണീനെ കവർ ചെയ്തിട്ട് ഈ ഒരു 2 തുണി മാത്രം ചേർത്ത് വെച്ചിട്ടാണ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു തുടങ്ങിയ ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേനും നമുക്ക് അവിടെ നിർത്താം. ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ഗ്യാപ്പ് വഴിയാണ് നമ്മൾ ഇത് തിരിച്ചിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പ് വഴി ഇത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നീറ്റായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഹോൾ വഴിയാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെറിയ പീസും രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം ഈ ഒരു സൈഡ് വഴി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു 2 പീസാണ് നമ്മൾ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി നമുക്ക് കൈത്തുന്നി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തുണീൻ്റെ അകത്തേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് ഒരു സേഫ്റ്റി പിന്ന് കുത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി എലാസ്റ്റിക് കടത്തിയെടുക്കാം.
എലാസ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം ഉള്ളിലേക്ക് കടന്നു വരാണ്ടിരിക്കാൻ വേണ്ടി അവിടെ നമുക്കൊരു പിന്ന് വെച്ച് കുത്തി കൊടുക്കാം. അതിനുശേഷം ചുറ്റിലും ബാക്കി വരുന്ന ഭാഗം ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ചേർത്ത് 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഹോള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയെടുക്കാം, അതല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു 2 പീസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോ പോലെ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ ഒരു പീസ് ഇതേപോലെ കോണായിട്ട് മടക്കിയെടുക്കാം. ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ ഒരു സമൂസ ഷേപ്പിൽ മടക്കിയെടുത്ത ശേഷം ഇതിൻ്റെ അടിവശത്ത് നിന്ന് സെൻട്രൽ ഭാഗത്തേക്ക് 2 സൈഡിൽ നിന്നും ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ആ നൂലൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതേപോലെ മറ്റേ പീസും ചെയ്തെടുക്കാം. രണ്ടും ഇതേപോലെ ഒരുമിച്ച് ചേർത്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 സൈഡിലോട്ടായിട്ട് വരത്തക്ക രീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസും ചേർത്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഭംഗിയുള്ള ഒരു ബോ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടി ഇതേപോലെ ആ ഒരു തയ്യൽ കാണാത്ത രീതിയിൽ കവർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രഞ്ചിയുടെ മേലെ തുന്നി കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായിട്ട് ഈ ഒരു ബോ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു ചെറിയ പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് പിടിച്ചിട്ട് തുന്നി കൊടുക്കാം. ബോയുടെ നല്ല വശം ഇതാണ്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് തുന്നി കൊടുക്കുന്നത്. ഇതേപോലെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ആ ഒരു പീസിൻ്റെ തയ്യൽ തുമ്പുള്ളിലേക്കൊന്ന് മടക്കി പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് തുന്നി കൊടുക്കാം. ഈ ഒരു തയ്യൽ ഉൾവശത്തേക്ക് ആക്കി വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്സ് അറിയുന്നവർക്ക് പോലും സിമ്പിളായിട്ട് ഇതേപോലെയുള്ള സ്ക്രഞ്ചീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ തലയിലൊക്കെ ഇടാനുള്ള ഹെയർ ബാൻഡ്സ്, ബോസ്, പിന്നെ സ്ക്രഞ്ചീസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കടയിലൊക്കെ ഇത് വാങ്ങാൻ പോകുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടാവും. ഇത് ഇപ്പോൾ ആ ഒരു ചെറിയ എലാസ്റ്റിക്കിൻ്റെ പൈസ മാത്രമേ ഈ ഒരു സ്ക്രഞ്ചീസിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കുമ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ക്രഞ്ചി ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.